മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ടാറ്റ പ്രതിനിധികളുമായുള്ള ചർച്ചയെക്കുറിച്ചും വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനത്തെക്കുറിച്ചും പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് CPM. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളുടെ പരമ്പരയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ആരോപിച്ചു. വഖഫ് വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അമുസ്ലിങ്ങളായ ആളുകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തും എന്ന നിലപാടാണ് കഴിഞ്ഞ LDF സർക്കാർ സ്വീകരിച്ചതെന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ടാറ്റ കമ്പനി കേരളത്തിൽ നിക്ഷേപം നടത്തുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ലെന്നും കൂടിക്കാഴ്ചയുടെ ഫോട്ടോ അടക്കം പുറത്തു വന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനാണ് പി രാജീവിന്റെ മറുപടി. ടാറ്റ കമ്പനി പ്രതിനിധികളെ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് പി രാജീവ് ചൂണ്ടിക്കാട്ടി. ടാറ്റയുമായുള്ള കരാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ളതാണ്. ടാറ്റയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ട ആളുകളെയാണ് മുഖ്യമന്ത്രി കണ്ടത്. ഇപ്പോൾ വീണിടത്ത് കിടന്നുരുളുകയാണ് മുഖ്യമന്ത്രി. നുണ ഫാക്ടറിയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്നും പി രാജീവ് പറഞ്ഞു. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് രാജീവ് പറഞ്ഞു. മുസ്ലിം സമുദായത്തിനായുള്ള ഒരു സംവിധാനത്തിൽ അതേ സമുദായക്കാർ തന്നെയാണ് വേണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നത് എങ്ങനെ വർഗീയ പരാമർശമാകും? വാചക കസർത്തും ശരീരഭാഷയും കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല. വഖഫ് കേസിൽ സുപ്രീം കോടതി ഒരു തീർപ്പും കൽപ്പിച്ചിട്ടില്ല. ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് കഴിഞ്ഞ LDF സർക്കാർ പറഞ്ഞത്. അതിലെവിടെയും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ആളെ കിട്ടാഞ്ഞിട്ടല്ല LDF സർക്കാർ 2 പേരെ വെക്കാതിരുന്നത്. എന്നാൽ UDF സർക്കാർ പറയുന്നത് പൂർണ്ണമായും ഭേദഗതി അനുസരിച്ച് ചെയ്യാമെന്നാണ്. സുപ്രീം കോടതി ഹർജി പരിഗണിക്കുകയാണെന്നായിരുന്നു UDF സർക്കാർ ഹൈക്കോടതിയിൽ പറയേണ്ടിയിരുന്നത്. അതുവരെ നിലവിലെ സ്ഥിതി തുടരണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. BJPക്ക് വിധേയനെന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കുന്നത്. വഖഫ് ബോർഡല്ല അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരി, മുഖ്യമന്ത്രിയല്ലേ സർക്കാരിന്റെ തലവൻ. മുസ്ലിം ലീഗ് കൂടി അറിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ നീക്കം. മുസ്ലിം ലീഗിന് അവരുടെ പാർട്ടിയുടെ പേര് മാറ്റുന്നതാണ് നല്ലത്. 2 മാസം കൊണ്ട് തന്നെ ഈ സർക്കാർ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്നും പി രാജീവ് പറഞ്ഞു. വഖഫ് ഹർജികളിൽ സുപ്രീം കോടതി ഇതുവരെയും അന്തിമ തീരുമാനമെടുത്തിരുന്നില്ല. മറിച്ച് ഇടക്കാല ഉത്തരവ് മാത്രമാണ് പുറപ്പെടുവിച്ചത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിവാദമായത്. അതേസമയം വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ആവർത്തിച്ചിരുന്നു. വഖഫ് ബോർഡിലെ 2 ഒഴിവുകൾ നികത്തിയാൽ പോരെ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. 2 മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നും വഖഫ് ബോർഡിനെ പ്രവർത്തിക്കാനാകുമല്ലോ എന്നും ഹൈക്കോടതി പറഞ്ഞു. പുനഃസംഘടിപ്പിക്കുന്നതിന് മുൻപ് ഒഴിവ് നികത്താനാകുമെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. 2 പേരുടെ നിയമനം എന്തിനാണ് വൈകിപ്പിക്കുന്നതെന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. വഖഫ് ബോർഡ് രൂപീകരണത്തിൽ പിഴവുണ്ടോ എന്ന് സർക്കാർ അറിയിക്കണം. മതത്തിലെ വിഭാഗങ്ങളെ സംബന്ധിച്ച് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ എന്നതിലാണ് വിശദീകരണം നൽകേണ്ടത്. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിനാൽ സർക്കാരിന് തീരുമാനമെടുക്കാം. അക്കാര്യത്തിൽ കോടതി ഇടപെടുന്നില്ല. വഖഫ് ബോർഡിന്റെ ജുഡീഷ്യൽ സിറ്റിംഗിന് വിലക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജികളിലെ കക്ഷികളുടെ മറുപടി ലഭിച്ച ശേഷം ഹൈക്കോടതി ഹർജിയിൽ വാദം കേൾക്കും.